തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരെ ആകർഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന സൗജന്യ വാഗ്ദാനങ്ങൾക്കെതിരെ സുപ്രീം കോടതി നടത്തിയ സുപ്രധാന നിരീക്ഷണങ്ങൾ ചർച്ചയാവുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പല പുതിയ കാര്യങ്ങളും നാം കാണാറുണ്ട്. അതിൽ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ മുതൽ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നത് വരെയുള്ള കാര്യങ്ങളുണ്ട്. ഓരോ പാർട്ടിയും തങ്ങളുടെ പ്രകടന പത്രികയിലൂടെ സ്വർഗം ഭൂമിയിൽ ഇറക്കുമെന്ന് വരെ വാഗ്ദാനം ചെയ്യാറുണ്ട്. എല്ലാവർക്കും വീട്, സൗജന്യ വൈദ്യുതി, തൊഴിലില്ലായ്മ വേതനം വർദ്ധിപ്പിക്കൽ തുടങ്ങി കേൾക്കാൻ സുഖമുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതും കർഷകർക്കോ സ്ത്രീകൾക്കോ പ്രത്യേക സാമ്പത്തിക സഹായങ്ങൾ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയക്കുന്നതുമെല്ലാം പതിവ് കാഴ്ചയാണ്. ഇത് വോട്ടർമാരിൽ ഒരു പോസിറ്റീവ് തരംഗം ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. ഇതൊക്കെ വോട്ടിൽ പ്രതിഫലിക്കുമെന്ന് എല്ലാ മുന്നണികളും കണക്ക് കൂട്ടാറുണ്ട്. ഭക്ഷണ കിറ്റുകൾ മുതൽ വസ്ത്രങ്ങൾ വരെ വിതരണം ചെയ്യുന്ന ശൈലി ഇപ്പോഴുമുണ്ട്. ചിലയിടങ്ങളിൽ രഹസ്യമായി വോട്ടർമാർക്ക് വിരുന്നൊരുക്കുന്നതും മറ്റൊരു തരം വിതരണങ്ങൾ നടത്തുന്നതുമെല്ലാം രഹസ്യമല്ലാത്ത പരസ്യമാണ്. വർഷങ്ങളായി കുണ്ടും കുഴിയും വീണുകിടന്ന റോഡുകൾ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപ് ടാർ ചെയ്യുന്നത് നാം കാണാറുണ്ട്. വികസനം കാണിക്കാനുള്ള മറ്റൊരു തന്ത്രമാണിതെന്ന് എല്ലാവർക്കും അറിയാം. വിവിധ സർക്കാരുകൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സൗജന്യങ്ങൾ നൽകുന്ന പതിവ് കാഴ്ചയാണ്. ഇതിനെതിരെ വാക്കാൽ രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ ട്രെൻഡ് എത്രകാലം നീണ്ടു നിൽക്കുമെന്നാണ് പരമോന്നത നീതിപീഠം ചോദിച്ചത്. തമിഴ്നാട് സർക്കാർ സൗജന്യ വൈദ്യുതി പ്രഖ്യാപിച്ചതിനെതിരെ തമിഴ്നാട് വൈദ്യുതി വിതരണ കോർപ്പറേഷൻ നൽകിയ ഹർജിയിലാണ് തമിഴ്നാട് സർക്കാരിനെയും വിവിധ സംസ്ഥാന സർക്കാരുകളെയും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങുന്ന ബെഞ്ച് വിമർശിച്ചത്. സൗജന്യ വിതരണം തുടരുമ്പോൾ രാജ്യത്തിന്റെ വികസനം തടസ്സപ്പെടുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സൗജന്യ ഭക്ഷണവും സൗജന്യ വൈദ്യുതിയും സൗജന്യമായി സൈക്കിളും നൽകി തുടങ്ങിയാൽ എന്ത് തരം സംസ്കാരമാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നതെന്നാണ് തമിഴ്നാട് സർക്കാരിനോട് കോടതി ചോദിച്ചത്. കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് വന്നാൽ ഇന്ത്യ മുഴുവൻ നമ്മൾ എന്ത് തരം സംസ്കാരമാണ് വളർത്തിയെടുക്കുന്നത്? വൈദ്യുതി ചാർജ് അടയ്ക്കാൻ കഴിയാത്തവർക്ക് ഒരു ക്ഷേമ സംവിധാനം ഒരുക്കി നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മനസ്സിലാക്കാം. എന്നാൽ താങ്ങാവുന്നവർക്കും കഴിയാത്തവർക്കും തമ്മിൽ വേർതിരിവില്ലാതെ നിങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങിയാൽ അത് പ്രീണനമല്ലേ എന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചത്. പല സംസ്ഥാനങ്ങളും വലിയ കടബാധ്യതയിലാണ്. വരുമാനത്തെക്കാൾ കൂടുതൽ തുക സൗജന്യങ്ങൾക്കായി ചെലവഴിക്കുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കും. ഭാവി തലമുറയുടെ വികസനത്തിനായി ഉപയോഗിക്കേണ്ട പണം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി വിനിയോഗിക്കപ്പെടുന്നു എന്ന ഗൗരവകരമായ നിരീക്ഷണമാണ് കോടതി ഉയർത്തിയത്. ഇത് ജനാധിപത്യത്തിന്റെ അന്തസ്സിന് വിരുദ്ധമാണ്. തെരഞ്ഞെടുപ്പ് സൗജന്യങ്ങളെ കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലെ വളരെ പ്രസക്തമായ ഒരു പ്രതിസന്ധിയാണ് വിരൽ ചൂണ്ടുന്നത്. അർഹരായവർക്ക് സഹായം നൽകുന്നതിനെ കോടതി എതിർക്കുന്നില്ല. എന്നാൽ എല്ലാവർക്കും സൗജന്യ വൈദ്യുതി നൽകുന്നത് വഴി സാമ്പത്തിക ശേഷിയുള്ളവർക്കും ആനുകൂല്യം ലഭിക്കുന്നു. ഇത് വിഭവങ്ങളുടെ ദുരുപയോഗമാണ്. നൽകാൻ കഴിയുന്നവരിൽ നിന്ന് വാങ്ങുക, ആവശ്യമുള്ളവർക്ക് നൽകുക എന്ന തത്വത്തിന് പകരം വോട്ടിനായി എല്ലാവർക്കും നൽകുക എന്ന രീതിയാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ ബജറ്റിലെ വലിയൊരു ഭാഗം സൗജന്യങ്ങൾക്കായി നീക്കിവെക്കുമ്പോൾ പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണമില്ലാതെ വരും. ഇത് രാജ്യത്തിന്റെ ദീർഘകാല വളർച്ചയെ പിന്നോട്ട് വലിക്കുന്നതാണ്. പല സംസ്ഥാനങ്ങളുടെയും കടബാധ്യത അവരുടെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ വലിയൊരു ശതമാനമായി മാറിയിരിക്കുന്നു. കടമെടുത്ത സൗജന്യങ്ങൾ വിതരണം ചെയ്യുന്നത് വരും തലമുറയുടെ മേൽ വലിയ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണ്. സൗജന്യങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഔദാര്യമല്ല, മറിച്ച് ജനങ്ങളുടെ തന്നെ നികുതി പണമാണെന്ന ബോധം ഇവിടെ അനിവാര്യമാണ്.